ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൻ്റെ ഡേ ഇൻ അവർ ലൈഫാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു 5:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഡ്യൂട്ടിയിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് എപ്പോഴും ഡേ ഇൻ അവർ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നേരം ഒരു സമയം 5:45, ഇപ്പോൾ 6 മണിയായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഇതാട്ടോ, എങ്ങും ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല. ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഒരു ടൈം ഈ ടൈമാണ്. അപ്പോഴേക്ക് പേഷ്യൻസൊക്കെ വരാൻ തുടങ്ങും ഈ ഒരു ടൈം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡേ ഇൻ അവർ ലൈഫ് തുടങ്ങും. ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഡേ ഇൻ അവർ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ശ്രമിച്ച് നോക്കാം. ഇടയ്ക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് ഇതിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണുക. ഞങ്ങൾ ഇവിടെ കുറച്ച് കാണിച്ചു തരാം. ഇതാട്ടോ ഞങ്ങൾ എപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്നത് ഞങ്ങളുടെ ഏറ്റവും മുകളിലത്തെ ഒരു ഭാഗമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുക കേട്ടോ. പയ്യെ ലൈറ്റൊക്കെ എല്ലാവരും ഓഫാക്കുന്നുണ്ട്. ചെറുതായിട്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതെ, ഇവിടെ ഒരു വലിയ ലൈറ്റ് ഉണ്ട്. ഇനി ഞങ്ങളുടെ റൂമിൻ്റെ അവിടം വരെ വരും. 2-3 ഒരുമിച്ചിട്ടിട്ടുണ്ട് ലേഡി. അപ്പോൾ അത്രയുള്ള നമ്മുടെ ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ പത്രം വന്നിട്ടുണ്ട്. രാവിലെ പത്രം ഒന്നും വായിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് നോക്കും, അല്ലാതെ വലുതായിട്ടൊന്നും ഇല്ല. വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്നൊരു ഡേ ഇൻ അവർ ലൈഫാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഡേ ഇൻ അവർ ലൈഫൊക്കെ കാണിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച റൂമാണ് കാണിക്കുന്നില്ല. റൂം ഭയങ്കര കുളമായിട്ട് കിടക്കുക, അതുകൊണ്ട് തന്നെ റൂമിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുളിച്ച് നമ്മൾ കോട്ടൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ടൈം 9 മണിയായിട്ടാണ്. എനിക്ക് 9 മണിക്ക് ചെന്നാൽ മതി, ഷിഫ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ പോകാം. അപ്പോൾ അമ്മു ഉണ്ട് എൻ്റെ കൂടെ, അപ്പോൾ അവളെയും കൂടി വിളിക്കണം. ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പം 24 ഒക്കെ നൈറ്റും കൂടി ഉള്ളപ്പോഴത്തേക്ക് ഷിഫ്റ്റ് വരും, അല്ലെങ്കിൽ നോർമൽ ഡേ ആണ്. 24 ഇല്ല, ഇപ്പം രാത്രി വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് നല്ല സൗണ്ട് വേണ്ടിയിട്ട് ലാഭമായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വന്നിട്ട്, പിന്നെ ഫസ്റ്റ് ഒരു 6 മണിക്ക് നമ്മൾ ലാബൊക്കെ തുറന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നേഴ്സിങ്ങിന് അവൾ വരും. അത് കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ കയറിപ്പോരും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് താഴോട്ട് ചെല്ലും. അപ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇതാട്ടോ ഒരു റൂം ഇതാണ്. ഇപ്പോൾ റൂമിൻ്റെ ഏകദേശം ഒന്നും ഞങ്ങൾ അടുക്കി പെറുക്കി വെച്ചിട്ടൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ഒരു റൂമും കാര്യങ്ങളും. ഇതൊക്കെ ടേബിളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ജനൽ ഇവിടെ വരുന്നുണ്ട്, ഒരു ഇത് ജസ്റ്റ് പുറത്തോട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത്. പിന്നെ ഇത് ഫോൺ കുത്തിയിടുന്ന സ്ഥലമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഫോൺ കുത്തിയിടാനാണ് അടി ഇവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സിങ് റൂം. ഭയങ്കര അലമ്പായിട്ടുള്ളൊരു റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം. ബാക്കിയെല്ലാം പിന്നെയും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമാണ്. അപ്പം ഇത് ഡ്രസ്സിങ് റൂം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ വിരിച്ചിടുക, അങ്ങനത്തെ അലക്കിയിടുന്നതും പിന്നെ ഒരുങ്ങുന്നതും. ഞങ്ങളുടെ പല വീഡിയോസും ഞങ്ങൾ എടുക്കുന്നത് ഈ ഭാഗത്തു നിന്ന്. തലയിലെ ഹെയറോ അങ്ങനത്തെയൊക്കെ ടിപ്പ്. പിന്നെ മുകളിലും പോവും. ഇതാണ്. പിന്നെ ഇവൾ കുളിച്ചിട്ട് റെഡി ആയിട്ട് ഇപ്പോൾ താഴോട്ട് വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് താഴോട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് താഴെ കാണാം. പ്ലീസ്. അപ്പം ഞാൻ താഴോട്ട് പോകാൻ സിമ്പിളാണ്, കാരണം സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡ്യൂട്ടി സ്ഥലം എത്തി. അപ്പം താഴെ ചെന്നിട്ട് കാണാം. ഗൈസ്, ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ കാണാഞ്ഞത് ഈ കുട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറേ ടൈം കഴിഞ്ഞാൽ വന്നത് ഇന്ന്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ കാണാതിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളപ്പോൾ കുളിക്കാനൊക്കെ പോയിട്ട് വന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഡേ ഇൻ അവർ ലൈഫാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫുള്ള് നിങ്ങൾ കാണാൻ പോകുന്നത്, അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഫുള്ള്, ഞങ്ങൾ സമയം വെച്ചിട്ടാണെങ്കിലും ഇന്ന് ഫുള്ള് ഞങ്ങൾ എടുക്കും. ഞങ്ങളുടെ ഒരു ലൈഫ് ഇവിടുത്തെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും രാവിലെ ഞങ്ങൾ ചായ കുടിച്ചു, അത് എടുക്കാനൊന്നും പറ്റിയില്ല. നിങ്ങളെന്നും കാണുന്ന പോലെ ചായ ഇന്ന് മിഷൻ ചായ കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. അതുകൊണ്ട് ആദ്യത്തെ എടുത്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നും പറയാനില്ലേ? അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നത് മൊത്തം ഞങ്ങളുടെ ഇത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കാം. ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് സുഹൃത്തുക്കളെ ഗൈസ് എന്ന് വിളിക്കുന്നത് എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ടാട്ടോ ഈ വ്ളോഗൊക്കെ കൂടുതൽ കണ്ടിങ്ങനെ ഗൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പം എന്നായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ഇവിടേക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് നേരം ഫോണിൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കും. പേഷ്യൻ്റ് വരുന്ന ടൈമിൽ ഫോണോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം പേഷ്യൻ്റ് ഇല്ലാത്ത ടൈമിൽ ഇവിടെ ഇരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഫുൾ ടൈം ഫോണിലൊക്കെ കളിച്ച് യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് ഇൻസ്റ്റയിലൊക്കെ കയറി അങ്ങനെ. ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ നോക്കാൻ തുടങ്ങിയത്. അവർ ഇൻസ്റ്റ ആക്റ്റീവാണ്. അപ്പം അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സമയം പോകണമല്ലോ. പിന്നെ ഇങ്ങനെ നമ്മൾ വൈകിട്ട് റെസ്റ്റിംഗ് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്കിംഗ് ടൈമുണ്ട്, ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രീ ആണ് ഇവിടെ ഫുൾ ടൈം. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയി ഫുഡ് കഴിക്കാം, അങ്ങനെയൊന്നുമില്ല. അന്നേരം ഇനിയിപ്പം അമ്മു വരണം, അവൾ പോകണം, അടുത്ത ആൾ വരും. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരെ മെയിനായിട്ട് വീഡിയോസിൽ കാണാറുണ്ട്. പിന്നെ ആളുകൾ ഇവിടെ വേറെ സ്റ്റാഫൊക്കെ ഉണ്ട്. അവർക്ക് വീഡിയോസ് ചിലർക്ക് വീഡിയോയിൽ വരാൻ ഇതുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എടുക്കാത്തതാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി കിടക്കുമല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട് എടുക്കാൻ, കാണിച്ചു തരാം. അപ്പം ഇന്ന് പരമാവധി ഫുൾ ഡേ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. അപ്പം അമ്മു വന്നിട്ടുണ്ട്. അല്ല പിന്നെ ഫുള്ള് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതെ, ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാൻ ഒന്നും കാണുന്നില്ല. ആ അതല്ല, നീ അവിടെ നിൽക്കുമ്പോ ഇതിനകത്ത് വെട്ടം കിട്ടത്തില്ലെന്ന്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് വെക്കണം. കഴിക്കാൻ പറ്റില്ല, വെക്കാൻ കൂടി വേണം. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. കിച്ചണൊക്കെ വൃത്തിയാക്കണം. ഞങ്ങൾക്ക് കുറച്ച് അപ്പം ഇന്നെല്ലാം കാണിച്ചതായിരുന്നു ഞങ്ങൾ. ഫുൾ വീഡിയോസിൽ പരമാവധി എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഇന്ന് ഇവളുടെ വക കുക്കിംഗ് ഉള്ളതായിരിക്കും. എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പോകുന്നത് അന്നാലും പറഞ്ഞു തരുമെന്ന് അവൾ പറയുന്നത്. അപ്പം പിന്നെ ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം നിൽക്കും. ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം സമയമൊക്കെ എങ്ങനെയെങ്കിലും ഇതാക്കുക. പേഷ്യൻ്റ് വരുന്ന സമയത്ത് അതിന് മുമ്പ് വന്ന് നമ്മൾ രാവിലെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാറുണ്ട്. എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെയൊക്കെ നോക്കും. കാരണം നമ്മൾ വൈകിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ക്ലിയർ ആക്കാതെ ആയിരിക്കുമല്ലോ പോകുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ രാവിലെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫാർമസി ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. പിന്നെ ഫോണിൽ എൻ്റെ ചാർജ് ഇല്ലാതെ അത് ചാർജ് ചെയ്യാൻ കൂടി വേണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈം ഒരു എത്ര മണി കഴിക്കണം? 10:20 അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് എടുത്തിട്ട് ബാക്കി കാണിക്കും. മീൻസ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാറും പിന്നെ മുളക് എന്തോ മീൻ്റെ എന്തോ ആണ് അത്. പിന്നെ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം. ഞങ്ങൾ രാവിലത്തെ ഫുഡായിട്ടോ കഴിക്കുന്നത്. ബാക്കി ഇനി അങ്ങോട്ട് ഉച്ചക്കത്തെ വൈകിട്ടത്തെ ഒക്കെ കാണിച്ചു തരാം. ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ നേരത്തെ വന്ന് കഴിക്കും. ചിലപ്പോൾ ഞങ്ങൾ രാവിലെ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ കഴിക്കത്തില്ല. നല്ല വൈകും, കുറേ വൈകും. ഇപ്പോൾ 1 മണിക്ക് അവിടുന്ന് വെട്ടം അടിച്ചിട്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോൾ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ രാവിലെ തിരക്ക് വരുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ നോർമലി
ഈ ഒരു ടൈമൊക്കെ എത്തുമ്പോൾ കഴിക്കും. ചിലപ്പോൾ ഇതിൽ നേരത്തെ കഴിക്കും. പിന്നെ നമുക്ക് ചോറാണ് ഇഷ്ടം. 4 നേരം ചോറാണ്. അതെ. നീ ചോറായിരുന്നു കഴിച്ചോണ്ടിരുന്നേ വീട്ടില്? ചോറാണ് ഇഷ്ടം. എനിക്കും ചോറാണ് ഇഷ്ടം. വീട്ടിൽ ഞാൻ ചോറാണ് കഴിക്കുന്നത്. എനിക്ക് ഇവിടെയും ചോറാണ് ഇഷ്ടം. അല്ല, ഇവിടെ പിന്നെ ചോറാണ്. ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. ചിലർ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഫുഡ് കിട്ടും. ആ ഫുഡ് അതിൽ നല്ലത് ഉണ്ടാക്കി കഴിക്കുന്നത്. ചിലപ്പം ഭയങ്കര ഇതൊക്കെ വരുവാണെങ്കിൽ ഒരാളുണ്ടാക്കി. ഞാൻ നേരത്തെ നിന്നിടത്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു താത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടത്തിന് ഫുഡ് വാങ്ങിയിട്ട് കഴിക്കാം അങ്ങനെ. പിന്നെ ചോറ് ബ്രെഡ് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഹോസ്റ്റലിലുള്ളവരൊക്കെ പെട്ടെന്ന് വന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അല്ലേ? ഞങ്ങൾ ഈ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു മടിയില്ലേ, കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ടാട്ടോ എനിക്കുണ്ട് മടി. അപ്പം ഞങ്ങൾ ഇത്രയോടെ കഴിച്ചിട്ട് ബാക്കി കാണിക്കാം. ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പം അമ്മുവാണ് മീനൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത്. അന്നേരം അവൾക്കത് നന്നായിട്ട് അറിയാം വൃത്തിയാക്കാൻ. ഇത് മത്തി, ചില നാട്ടിൽ ചാള എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്തുവാടി പറയുന്നത്? മത്തിയല്ലേ? ഞങ്ങളുടെ അവിടെ മത്തി എന്നാട്ടോ പറയുന്നത്. കാരണം ഇവളുടെ ചില ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. കോഴിക്കോടായതുകൊണ്ട് എൻ്റെ വേറെ ആയിരിക്കും. അതുകൊണ്ട് ചിലയിടത്ത് ഇത് ചാള അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ മത്തി എന്നാണ് പറയുന്നത്. ഈ മീൻ ഭയങ്കര നല്ല മീനാന്ന് പറയാറുണ്ട്. കണ്ണല്ലേ, കാഴ്ചയ്ക്കും കണ്ടോ. കുട്ടി വെട്ടുന്ന സ്റ്റൈല് നോക്ക് അങ്ങോട്ട്. നിങ്ങൾ ആരാന്നാ വിചാരം? മത്തി ആയതുകൊണ്ട് ഇവിടെ ആർക്കും അറിയത്തില്ല വെട്ടാൻ. വറക്കാൻ പാകത്തിനെടുക്കാണ്. ഇതിപ്പോ ഞങ്ങൾ വറക്കാൻ പാകത്തിനായിട്ട് എടുക്കാൻ. അതുകൊണ്ടാണ് സംഭവം ചെകിള അങ്ങനെയൊക്കെ പറയല്. ചെളുക്കയോ? നിങ്ങൾ എന്തെങ്കിലും ചെകിള അതിൻ്റെ പൂവ് ഇത് അത് ചെതുമ്പല്. അപ്പൊ ഇതിനെന്താ? അതിന് ഇതാണ് ചെതുമ്പല്. ചെതുമ്പല്. മറ്റേ കുട്ടിക്ക് ഒന്നും അറിയത്തില്ല. എനിക്കറിയാടി. അതിന് ചെളുക്ക അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് വറക്കാനെടുക്കുന്നത്. എനിക്ക് ഈ മീൻ ഞാൻ പണ്ട് കഴിക്കത്തില്ലായിരുന്നേ. കുറേ നാൾ കഴിക്കും, കുറേ നാൾ കഴിക്കാതില്ല. ഇപ്പം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു വട്ടം ഇവിടെ മേടിച്ചപ്പോൾ കഴിച്ചായിരുന്നു. ഇതിനകത്ത് പളഞ്ഞിയിലുണ്ടോ നോക്ക്. പളഞ്ഞിലോ? എന്നിട്ട് ഇത് വരത്തില്ലേ മുട്ട ഇടുന്നത്? അതിന് പളഞ്ഞിലേന്ന്. ഇതാ മുട്ട കുഞ്ഞുണ്ട്. ഇത് അരിമുട്ടയുടെ കുഞ്ഞാട്ടോ. അരിമുട്ട മുട്ട വീഴുന്നില്ല. വലിയതായിട്ടില്ല മുട്ട. ഇത് മത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനടി ഇവൻ്റെ അറ്റുപോയി. അത് ഇങ്ങനെ വരയിട്ടത് കണ്ടോ? അവളുടെ സാഹസികമായ വരയിടലാണ്. നിങ്ങളൊക്കെ ഇടുന്ന പോലാണോ നോക്ക്. ഈ ഒരു മത്തി കണ്ടോ വരയിട്ട് വെച്ചിരിക്കുന്നത്? അത് വറക്കാനിട്ടിരിക്കുന്നതാണ്. പിന്നെ സാഹസികമായി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ചെതുമ്പല് കളഞ്ഞുകൊണ്ടിരിക്കുക. നല്ലോണം പോക്കാം. നമ്മൾ നല്ലതായിട്ട് കളയണം കണ്ടോ. ഇതിലെല്ലാം കംപ്ലീറ്റ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തം ഉളുമ്പ് പോയി കിട്ടും.
എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മുറുക്കിയാണ് നീ മുറുക്കിയാണ് ഗൈസ്. രാവിലെ തന്നെ പോയി മത്തി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങളെ ഈ ലൈഫ് രാവിലെ ഫുഡ് വെക്കുക, ഉച്ചയ്ക്ക് ഫുഡ് ഒരേനോ നല്ലൊരു സാധനം ഉണ്ട്, അതിനൊന്നും അറിയത്തില്ലേ. അയ്യോ, അറിയാവുന്നൊരാളാണേ. അത് ഈ മീനൊക്കെ കാണാൻ മീൻ നോക്കിയിരിക്കാന്നല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. അതെ അതെ അറിയണോ? അതെ, വൃത്തി കുത്താന്നുണ്ട് അവിടെ ഇരിക്കും. ഞാൻ വിചാരിച്ചു അവൾക്ക് അറിയുണ്ടാവുന്നു. എന്നോട് അവൾക്ക് മീൻ കൊടുക്കാൻ അറിയാവുന്നു. ഇത് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അവിടെ ഇല്ലേടി, മറ്റേ ഈ കണ്ടമൊക്കെ പറ്റിക്കത്തില്ലേ, ആ സമയത്ത് മറ്റേ മീൻ കിട്ടും, ഇഷ്ടം പോലെ മീൻ കിട്ടും. മത്തിയല്ല, ഓ കണ്ടതീന്നോ? ഇതൊക്കെ ഞാൻ ഈ മത്തി കിട്ടാറുണ്ട്. അല്ല, ഈ പൊടിമീനില്ലേ, അതൊക്കെ കിട്ടും, വയലിലൊക്കെ കിട്ടുന്ന ടൈപ്പ്. പക്ഷെ ഞാൻ അധികം കഴിക്കത്തില്ല. പക്ഷെ അതിൽ ചെറിയ മീനുകളുണ്ട്. വേറൊരു മീനുണ്ട്, കരിമീനില്ലേ, അതിൻ്റെ തന്നെ ചെറുതൊരു മീൻ വരുവേ. ചില്ലറ പൈസയോ? അതൊന്നും എനിക്കത്തില്ല, അതിൻ്റെ പേര് ചില്ലറ പൈസ. ആ അതിൻ്റെ പേര് അങ്ങനെയാ പറയുന്നത്. അപ്പം ആ മീനുണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ട് വെട്ടിയിട്ട് വറക്കും. നല്ല ടേസ്റ്റ്. വയമ്പും ഉണ്ട്, വയമ്പ് കിട്ടും, അത് നല്ല ടേസ്റ്റ് വറക്കാൻ. മീനല്ലേ? ഞാൻ അന്നൊരു വീഡിയോയിൽ ഇട്ടില്ലേ, അത് അവിടെ ധാരാളം കിട്ടുന്നതാ. അത് കുറേ കിട്ടും. ഒരു പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ ഇത് പറ്റിക്കത്തില്ലേ, നമ്മുടെ കണ്ടത്തിന്റെ ഒക്കെ മുന്നിലോട്ടൊരു കൊമ്പ് പോലെ ഒരു സാധനം ഇല്ലേ, അത് കോലാന്ന് പറയും. കൊയലയല്ല, കോല. ഞാൻ കൊയലാന്നല്ലേ. ആ കുറച്ച് ഒരു ഇച്ചിരി അങ്ങോട്ടും വ്യത്യാസമുണ്ടല്ലേ. കോഴിക്കോട് ആലപ്പുഴ നല്ല വ്യത്യാസമുണ്ട്. നീ ചിലപ്പം പറഞ്ഞ എന്തേനു അങ്ങനെയൊക്കെ പറയത്തില്ലേ, അയിനേനു അങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഏനു എന്നു ഏത് ഭാഷ? ഞാൻ പറയാറുണ്ട്, എന്തേനു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇല്ലേനു, ഇല്ലേനു, എന്തേനു, പിന്നെ ശരിക്കും എന്നായിരുന്നു ആ മീനൊക്കെ നമുക്ക് ഇതുപോലെ ഇരുന്ന് വെട്ടാറുണ്ട്, പിള്ളേരൊക്കെ കൂടി ഇരുന്ന്. ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി. അപ്പം ഇങ്ങനെ നമുക്ക് ഉണക്കാനൊക്കെ പറ്റും. നോക്കി നിൽക്കാറല്ലേ? ആ അപ്പം ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കഴുകണം അല്ലേ അമ്മു? കാരണം മത്തി ആയതുകൊണ്ട് കുറച്ച് സ്മെല്ലും ഉളുമ്പുണ്ടാവും. അപ്പോൾ ഉളുമ്പ് അവൾ നന്നായിട്ട് ചെതുമ്പൽ വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അവൾ നന്നായിട്ട് വൃത്തിയാക്കും. ഉപ്പിട്ടിട്ടല്ലേ? ആദ്യം ഉപ്പിട്ട് തിരുമ്മി, അത് കഴിഞ്ഞിട്ട് 2-3 വട്ടം ഞാൻ നമുക്ക് കഴുകി, എന്നിട്ട് പിന്നെ കഴുകിക്കൊണ്ടിരിക്കുക. മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി മീൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നീര് ജ്യൂസ് അടിച്ചതാക്കുന്നത്. തക്കാളി നീര്, പിന്നെ എന്താ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് അതാദ്യം മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ നല്ലപോലെ പുരട്ടി. ഈ തക്കാളി നീര് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്നിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് ഞാൻ കുറച്ചും കൂടി ഇതാക്കണമെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പേസ്റ്റ് വറക്കുന്നതിന് വെളുത്തുള്ളി ചതച്ചിട്ട് അതൊക്കെ നല്ലതാണ്. അങ്ങനെ അമ്മു സ്പെഷ്യൽ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. മീൻ കറിക്ക് ഞങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങൾ വറുത്തിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം അല്ലേ അമ്മു? അപ്പം ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണ്. കാരണം ഇപ്പം ഞങ്ങൾ രാവിലെ കഴിച്ചു പോയി, പിന്നെ കഴിക്കുന്ന മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പം ഞങ്ങൾ
രാവിലെ ഞങ്ങൾ കുറച്ച് കഴിച്ചായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ സാമ്പാറും ചിക്കൻ വറുത്തതുമാണ്. വൈകിട്ട് ഇനി ഞങ്ങൾ ഉണ്ടാക്കാനുണ്ട്, കാരണം ഇപ്പം കഴിയും. ഉച്ച വരെയൊക്കെ ഞങ്ങൾ രാവിലെ വെക്കുന്ന ഫുഡ് നിൽക്കത്തുള്ളൂ. അതേ ഇപ്പം ഞങ്ങൾ കഴിക്കാൻ വന്നാൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ കഴിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറി ഈ കോട്ട് നമുക്ക് ചിക്കൻ വറുത്തത് മീൻകറിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ചിക്കനും കൂടി വറക്കാമെന്ന് വിചാരിച്ചു. അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കൻ വറുത്തതും മീൻകറി ഞങ്ങൾ വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും, കാരണം നാളത്തേക്കായാലും മീൻകറി യൂസ് ചെയ്യാമല്ലോ. പിന്നെ മീൻ വറുത്തും വെച്ചിട്ടുണ്ട്, വറുത്തതും ഉണ്ട് മീൻ കറിയും ഉണ്ട്, പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ട്. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഇത് രണ്ടും ഉണ്ടാവും, ചില ദിവസങ്ങളിൽ സാമ്പാർ അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് ഉണ്ടാവും. ഇപ്പോൾ ഗൈസ് ഉച്ചയ്ക്കത്തെ ഫുഡാണ് കുറച്ച് ലേറ്റായി, പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിശന്നിട്ട് ഞാനിപ്പോൾ കഴിക്കാൻ വന്നപ്പോൾ ചിക്കൻ വറുക്കുന്നതായിട്ടില്ല. അമ്മുവേ ആയോ? ഉച്ചയ്ക്ക് ഞങ്ങൾ ചിലപ്പം 3 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പം, ചില ടൈമിൽ നേരത്തെ കഴിക്കും. ഇന്ന് എന്തോ ഭയങ്കര നേരത്തെ കഴിച്ചു, വിശപ്പ് കാണത്തില്ല. പിന്നെ ആകെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഭയങ്കര ചൂടാണ്. ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയും ചൂടാണ്. ആ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ഞങ്ങൾ ഫുഡിൻ്റെ പിന്നെ അമ്മു കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് വന്ന് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും. അന്നേരം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നത്. അതെ അതെ, നീ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരെണ്ണം എടുത്ത് ഇട്ട് തരട്ടെ, വെന്തോ നോക്കൂ. ആ നോക്കാം. ഇവിടെ നമ്മൾ ഹോസ്റ്റലിൽ ജോലിക്കൊക്കെ പോകുന്നവർ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ ഫുഡായിരിക്കും കേട്ടോ മിസ് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ്, വീട്ടിൽ ചില സാധനങ്ങൾ കഴിക്കാത്തത് ഇവിടെ വരുമ്പോൾ കഴിക്കും. ഞാൻ മത്തിയൊക്കെ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ മത്തി കഴിക്കാൻ തുടങ്ങി. അത് സെമിന കിട്ടി തന്നാ കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് നിൽക്കുന്നത്, എനിക്ക് മുടി ഇങ്ങനെ ശരിക്കും ആവുന്നില്ല. അപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തതായിട്ടുണ്ട്. നല്ല അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടേ. അതും കൂടി പുകയോട് വന്നിട്ടുണ്ട്. പാത്രത്തോടെ കൊണ്ടുപോകുന്നതാണ്. ഇത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അതെ, എനിക്ക് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം പച്ചക്കറിയൊക്കെയാണ്. എനിക്ക് മിക്കപ്പോഴും സാമ്പാർ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വന്ന് വെക്കാറുണ്ട്, ചിലപ്പോൾ കുളമായി പോകും. മിക്കപ്പോഴും കുളമാവാറുണ്ട്. ഞങ്ങൾ ഇഞ്ചി അങ്ങനത്തെ വീട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി അതുകൂടി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. മീൻ വറക്കുമ്പോഴും ഒക്കെ ഇടാറുണ്ട്. അമ്മ നീ ഇപ്പം കഴിക്കുന്നില്ലേ? ആ ശരി. അപ്പം കഴിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം. ആ ചിക്കൻ
ചിക്കൻ വറുത്ത് വെച്ചതാട്ടോ. ഇതിൻ്റെ ഗ്രേവി പറഞ്ഞില്ല, ഇഞ്ചി ഇതൊക്കെ ഇതുണ്ടാക്കിയാൽ നമുക്ക് അത് തന്നെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ കാണിച്ച് നിങ്ങളൊരു പാട്ട് പാട്, നമുക്ക് ഫ്രീ ടൈം അല്ലേ, കുറച്ച് നേരം പാട്. ഏത് പാട്ടാ? നിങ്ങൾ ഏത് പാട്ടെങ്കിലും പാട് തുടങ്ങ. ഏത് എന്തോ വിട്ടു? ഇവരപ്പോൾ പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ബ്ലോഗിലൊരു പാട്ട് വേണം. ആ, അപ്പോൾ ഒരു സന്ധ്യാസമയമായി, 6 മണിയായില്ലേ? ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കുള്ളതൊന്നും മിക്കതും എടുത്തിട്ടില്ല. ഇന്ന് ടൈം കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് എപ്പോൾ ഡേ ഇൻ അവർ ലൈഫ് എടുക്കാൻ നോക്കിയാലും അധികമൊന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതിൻ്റെ പറയുന്ന ഇതാണ്. അപ്പം ഇതെന്നാ അപ്പം വെട്ട് കേക്ക്, ഇതെനിക്കറിയാം, ഉള്ളിവട, നെയ്യപ്പം. അപ്പം കഴിച്ചോ? എന്തുവാ വേണ്ടത്? ഞാൻ സെയിൽ ചെയ്യുന്ന ആളാ. ഇതാണോ? പാട്ട് സ്വന്തം സൗണ്ടിൽ പാടരുതെന്നോ? ആ, തുറന്ന് പാടണമെന്നല്ലേ? ഈ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വരും, അല്ലെങ്കിൽ ഞങ്ങൾ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒബ്സർവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇത് ഇങ്ങോട്ട് ഫുള്ള് വലിച്ചിടുന്ന ഇത് ഇപ്പം അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരിതാണ്. പിന്നെ അങ്ങോട്ടാണ് പിന്നുള്ളത്, പിന്നെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുക. ഒബ്സർവേഷൻ. പിന്നെ ഞങ്ങളും ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങളുടെ ചില വീഡിയോസിലൊക്കെ ഇത് ഈ ഭാഗമാണ് കാണാറ്. പിന്നെ ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ മുകളിൽ ലാബ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഇതിന് പുറത്ത് പോവാറില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നൊക്കെ. ഇതിനുള്ളിൽ തന്നെയാണ് എല്ലാം, ഞങ്ങൾക്ക് ഒന്നിനും പുറത്തോട്ട് പോകണ്ട. അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിലും ഞങ്ങൾ പറയാറ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ. പിന്നെ ചായ മേടിക്കാൻ മാത്രം അപ്പുറത്ത് അപ്പുറം ഈ ഒരു വേറെ ദൂരോട്ടൊന്നും പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും ഇല്ല. കിട്ടാറുണ്ട്. പിന്നെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് സാധനത്തിനും പുറത്തേക്ക് പോകണ്ട, ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടുതരുന്നത്. അതെ, അതിനും പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഏകദേശം കഴിയാറായി വരുന്നുണ്ട്. ഇന്നത്തെ ഫ്രണ്ടിലെ വഴിയാട്ടോ. ഈ ഞങ്ങൾ പറഞ്ഞില്ല എപ്പോഴും വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കുന്നത്. എന്നിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇതാ റോഡ് തന്നെ, അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര സിറ്റി അല്ല, കുറച്ച് സിറ്റി അങ്ങോട്ട് കുറച്ച് മാറിയാണേ. ഇതിപ്പോൾ ഭയങ്കര ഒതുങ്ങിയ സ്ഥലമാണ്. എന്നാലും നല്ല ഒരു ഒതുങ്ങിയ സ്ഥലം. ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മലയുടെ അതൊക്കെ കാണാൻ പറ്റും.
നെഞ്ചന്താനേ പോടാ പ്രാന്തടാ അടിയൊരു അടേ അപ്പിടി ഞാൻ രസിപ്പേ ഉയർക്കല്ലത് ഓ നിരപ്പ് കൺമഷിയേ ആയിരം വാനമില്ലേ കൂട്ടുതടി നീ മരണ സേവപ്പുള്ള കൺകളേതോ കേൾക്കുന്നില്ല. ഞങ്ങൾ ഏകദേശം വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അന്നേരം വൈകിട്ട് ഞങ്ങൾ ചിക്കനും പിന്നെ ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ചു. കറി വെക്കാനാണ് ഇരുന്നത്, പിന്നെ കറി വെക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഇഞ്ചി കയറ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞ് കുളിച്ച് റെഡി ആവണം. റെഡി ആവലല്ലേ, കുളിച്ചിട്ട് ഇനിയും കിടന്നുറങ്ങണം.